കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്കേവർക്കും വന്ദനം പറയുന്നു. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ, ഇംഗ്ലീഷിൽ ഗോഡ്സ് ഓണേഡ് വെസൽസ് എന്ന വിഷയം നിങ്ങൾക്കായി ഈ വേദിയിൽ ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നടത്തിയതുപോലെ ഈ വരും കാലത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ച് അനുഗ്രഹിച്ച് വളരെ മനോഹരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ സഹായിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, വേദപുസ്തക ചരിത്രത്തിൽ ദൈവം മാനിച്ച അനേക വ്യക്തികളെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. ദൈവത്താൽ മാനിക്കപ്പെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും വളരെ സവിശേഷ ഗുണങ്ങളുള്ള, സ്വഭാവ ഗുണങ്ങളുള്ള, ദൈവത്താൽ ഏറ്റവും മാനിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിപ്പാൻ തക്കണം പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ്. ഈ പേര് ഒരു സമയത്ത് കേൾക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു വരെ ഈ പേര് കേൾക്കുന്ന സമയത്ത് നല്ലതുപോലെ അഭിനന്ദിക്കാൻ കഴിയാത്തൊരു സമയമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക. എന്നാൽ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അഭിമാനപാത്രമായി തീരുവാൻ അപ്പോസ്തലനായ പൗലോസിന് കഴിഞ്ഞു എന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ തിരഞ്ഞെടുത്ത പാത്രം എന്ന് ഈ അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ച് പിന്നീട് പറയുന്നതായിട്ട് കാണുന്നു. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ വായിക്കുന്ന സമയത്ത്, അവിടെ 1 മുതൽ വായിക്കുന്ന സമയത്ത് ഈ അപ്പോസ്തലനായ അവിടെ പൗലോസിനെക്കുറിച്ച് പ്രത്യേകിച്ച് നാം കാണുന്നുണ്ട്. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ട് വരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ മേൽ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ തുടക്കത്തിലുള്ള തിരിച്ചു വരവിൽ മാനസാന്തരപ്പെട്ട് അവനൊരു ക്രിസ്ത്യാനിയായി തീർന്ന ആ സമയത്ത് അതിന് തൊട്ട് എപ്രകാരം ക്രിസ്ത്യാനിയായി, എപ്രകാരം താൻ കർത്താവിലേക്ക് വന്നു എന്ന് തൻ്റെ കഥ ഇപ്രകാരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അവൻ ദമസ്കോസിലേക്ക് പോയത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിന് ആണ് എന്ന് നമ്മൾ കൂടെ കണ്ടു. എന്നാൽ അപ്രകാരം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തക്കവണ്ണം പോയ, പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം പോയ പൗലോസ്, വാസ്തവത്തിൽ ഇവിടെ ഈ കഥ പറയുന്ന സമയത്ത് പൗലോസ് എന്നല്ല പറയേണ്ടത്, തർശീശുകാരനായ ശൗൽ എന്നാണ് പറയേണ്ടത്. പിന്നീടാണ് പൗലോസായി മാറിയത്. ആ ശൗല് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ പിന്നെ മാനസാന്തരപ്പെട്ട് യേശുവിനെ ഘോഷിക്കുന്നതിനായി തീരുന്നു എന്ന് നാം കാണുന്നു. യേശു പറഞ്ഞത് ഇവിടെ നോക്കുക,
ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ട സമയത്ത്, നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചു. നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു അവനോട് പറഞ്ഞ ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയായിരുന്നു. പിന്നീട് നാം കാണുന്നു, അവന് അന്ധത പിടിപെടുന്നു. അവനെ പിടിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നു. അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയും ഇരുന്നു എന്നവിടെ പറയുന്നു. വളരെ വളരെ ഹൃദയസ്പർക്കായ ഒരു അനുഭവമാണ് ഈ തർശീസുകാരനായ ശൗലിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ അനുഭവം. അങ്ങനെയുള്ള വ്യക്തി പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ആരായി തീരുന്നു എന്ന് നാം ചിന്തിക്കുക. അവനെ അനന്യാസ് എന്നൊരു ശിഷ്യൻ്റെ അടുക്കലേക്ക് ദമസ്കോസിലേക്ക് കൊണ്ടുപോയെന്ന് കാണുന്നു. പിന്നീട് അനന്യാസിനോട് കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്നത് കാണുന്നു. അനന്യാസിനോട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ തർശോസുകാരനായ ശൗൽ എന്ന് പേരുള്ളവനെ അന്വേഷിച്ച് അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അനന്യാസ് തിരിച്ച് ദൈവത്തിൽ പറഞ്ഞത്, കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. ക്രിസ്ത്യാനികൾക്ക് എന്തുമാത്രം ദോഷം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് കർത്താവെ ഞാൻ കേട്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള വ്യക്തിയാണോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവനോട് 14-ാം വാക്യത്തിൽ സദൃശവാക്യങ്ങൾ 9-14 വായിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് അവൻ പറഞ്ഞ സമയത്ത് യേശു 15-ാം വാക്യത്തിൽ പറഞ്ഞത്, കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാകുന്നു. പിന്നീട് 16-ാം വാക്യത്തിൽ വായിക്കുന്ന സമയത്ത്, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തുമാത്രം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ അവനെ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നീട് നാം അങ്ങോട്ട് വായിക്കുന്ന സമയത്ത് കൊരിന്ത്യർക്കാരുടെ ലേഖനം എല്ലാം വായിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പൗലോസ് സഹിച്ച കഷ്ടത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ക്രിസ്ത്യാനികളിൽ പൗലോസിനെ പോലെ കഷ്ടത അനുഭവിച്ച മറ്റു വ്യക്തികളുണ്ടോ എന്ന് വളരെ സംശയമായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത്, ഇവിടെ കഷ്ടം അനുഭവിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർ. അപ്പോസ്തലനായ പൗലോസ് താൻ അനുഭവിച്ച കഷ്ടങ്ങളെയെല്ലാം ഓർത്തിട്ട് അവൻ നിരാശപ്പെട്ടതായിട്ട് കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരിക്കലും നിരാശപ്പെട്ടതായിട്ട് കാണുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്ന സമയത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത് പറയുന്ന സമയത്ത് അത് ഒരു വരം എന്നാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരം. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-29 വായിക്കുമ്പോഴേക്കും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരം ആയിട്ട് നാം സ്വീകരിക്കണം എന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോഴേ പൗലോസിൻ്റെ അനുഭവത്തിൽ അവൻ എടുത്തത് അപ്രകാരമാണ്. ഇന്ന് എത്ര പേര് നമ്മുടെ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്?
യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ കഷ്ടത അനുഭവിച്ചെങ്കിൽ ഈ ലോകത്ത് അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. സ്വർഗീയ മഹിമ വെടിഞ്ഞ് യേശു ക്രിസ്തു ആ സ്വർഗത്തിലെ സുഖ അനുഭവങ്ങളെല്ലാം വെടിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ വന്ന് പാപികളോടൊത്ത് ജീവിച്ച് പാപം തീണ്ടാതെ പാപികളോടൊത്ത് ഒരുമിച്ച് ആഹാരം കഴിച്ച് തിന്നും കുടിച്ചും പാർത്തും അങ്ങനെ കഴിഞ്ഞുവെങ്കിൽ തന്നെയും അവൻ പാപം ഒഴികെ അവന് എല്ലാവരോടും സഹരിച്ചതായിട്ട് നാം കാണുന്നു. അങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ പാപത്തെ മുഴുവനും ചുമക്കുന്ന ഒരു കുഞ്ഞാടായി മാറി എന്ന് നാം കാണുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വെച്ച് യേശുവിനെ കണ്ട് മാത്രയിൽ അവൻ ചൂണ്ടി പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഹല്ലേലൂയ പറയാൻ തക്കവണ്ണം കഴിയും? ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തെ ചുമന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിത്യജീവന് ഞാനും നിങ്ങളും അവകാശികളായി തീർന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച് അതൊരു വരമായി അവൻ എടുത്തതുകൊണ്ട് യേശു അവനെ മാനിച്ച് യേശു ക്രിസ്തു അവനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം. അവൻ ജാതികളുടെ ഇടയിൽ, രാജാക്കന്മാരുടെ ഇടയിൽ അവൻ എന്നെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് അവൻ പ്രസംഗിക്കാൻ പോകുന്നു, അവൻ സാക്ഷ്യം പറയാൻ പോകുന്നു എന്ന് കാണുന്നു. അതെ, അപ്പോസ്തലനായ പൗലോസ് അവൻ സാക്ഷ്യം പറഞ്ഞു. പ്രിയ മക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം വായിക്കുന്ന സമയത്ത് 3-ാമത്തെ വാക്യം തൊട്ട് വായിക്കുന്ന സമയത്ത് എത്ര ഹൃദയസ്പർക്കായ അവൻ്റെ ജീവിതാനുഭവങ്ങൾ, അവൻ്റെ സാക്ഷ്യം യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. അവൻ എബ്രായ ഭാഷയിൽ അന്ന് അവനെ ശ്രദ്ധിച്ച യഹൂദന്മാരോട് അവൻ സംസാരിക്കുന്നത്, അന്ന് അവൻ്റെ പ്രസംഗം കേൾക്കാൻ വന്ന അവരുടെ നോക്കിയിട്ട് വളരെ ആശ്ചര്യത്തോട് പലരും നോക്കി അവൻ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട്. അതുകൊണ്ട് തന്നെ അവൻ തുടക്കത്തിൽ അവൻ്റെ പ്രസംഗത്തിൽ അവനെ തന്നെ പരിചയപ്പെടുത്തിയെന്ന് കാണും. 3 വായിക്കുമ്പോൾ, ഞാൻ കിലിക്യയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുവരെ അനേകം പേർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവനൊരു യഹൂദനാണെന്ന്. അവനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു വിചാരണ കൂടാതെ തന്നെ അവനെ അടിപ്പാൻ തക്കവണ്ണം വിട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു റോമൻ പൗരനെ അപ്രകാരം ഒരു വിചാരണ കൂടാതെ വിട്ടുകൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ വായിക്കുന്ന സമയത്ത് അത് കേട്ട് അവരെ ഭയപ്പെട്ടു. പിന്നെ അതിന് അനുവദിച്ചില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഗമാലിയലിൻ്റെ കീഴിൽ പഠിച്ച ഒരു പണ്ഡിതനായ വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് അവൻ്റെ പാണ്ഡിത്യവും അവൻ്റെ ജ്ഞാനവും അവൻ ഉപയോഗിച്ചത് ഒരു വിധത്തിലാണെങ്കിൽ, യേശുവിന് എതിരായിട്ടാണെങ്കിൽ, ഇപ്പോഴിതാ
ആ യേശുവിന് വേണ്ടി അവൻ അനുഭവിക്കുന്ന കഷ്ടത മറ്റാരെക്കാളും കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, ഈ വാക്കുകൾ, ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ആഴമായി ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിപ്പാൻ തക്കോണം എനിക്ക് നിങ്ങൾക്കും ഈ നിമിഷം കഴിയുമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ്, തർശീസുകാരനായ ശൗൽ, പിന്നീട് അപ്പോസ്തലനായ പൗലോസായി എന്ന് പറയുന്നു. എങ്കിലും ഒരു സമയത്ത് പിന്നെയും പറയുന്നത്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ എന്ന പേരിന് ഞാൻ യോഗ്യൻ പോലുമല്ല, കാരണം ഞാൻ ക്രിസ്ത്യാനികളെ ഞാൻ പീഡിപ്പിച്ചവനാണ് എന്ന് പൗലോസ് പറയുന്ന സമയത്ത് എത്രമാത്രം താഴ്മ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നമ്മളത് കാണുന്നത്. അവൻ്റെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് കാണുന്ന സമയത്ത് അവൻ പഠിച്ചവനാണ്, പാണ്ഡിത്യമുള്ളവനാണ്, യഹൂദനാണ്, റോമ പൗരനാണ്. ഇതെല്ലാമാണെങ്കിലും ഒരിക്കൽ യേശു അവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അവൻ മാനസാന്തരപ്പെട്ട് അവൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ അവനെ സമർപ്പിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഞാൻ സകലതും ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ലോകത്ത് എനിക്കുള്ളത് ഒന്നും ലാഭമായിട്ടുള്ളതല്ല, സകല ലാഭങ്ങളെ ഞാൻ ഛേദമായി എണ്ണിയിരിക്കുന്നു എന്ന് അവൻ പറയുന്നത് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ലോകത്തിൽ പ്രശംസിപ്പാൻ തക്കവണ്ണം എന്താണുള്ളത്? ഈ മനുഷ്യർക്ക് പ്രശംസിപ്പാൻ തക്കവണ്ണം ഈ ലോകത്തിൽ നമുക്കാരാണ് എന്തെങ്കിലും സ്വരൂപിച്ച് നൽകിയിട്ടുള്ളത്? വളരെ വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ മറ്റു സുവിശേഷങ്ങളിലും നോക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്ത്തി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് സ്വയമായി പ്രശംസിക്കാതെ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പറയാൻ തക്കവണ്ണം പ്രിയ ദൈവദാസർക്ക് കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് താൻ ഒരിക്കലും പ്രശംസിക്കാത്തവനായിട്ട്, അവൻ പ്രശംസയ്ക്ക് അർഹനല്ല എന്ന് തന്നെ അവൻ പ്രത്യേകിച്ച് പറയുകയുണ്ടായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ഏവരുമേ, ഇന്ന് യേശു നിങ്ങളുടെ മുമ്പിൽ എന്നെയും നിങ്ങളെയും പോലെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ ഒരുവനായി, എന്നിൽ ഒരാളായി എൻ്റെ യേശു നമ്മുടെ അടുക്കലേക്ക് ഇതാ വന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ ആ ജനങ്ങൾക്ക്, യഹൂദന്മാർക്ക് അനേകരുടെ മുമ്പിൽ അവൻ സാക്ഷ്യം പറഞ്ഞ സമയത്ത് അനേകരും അത്ഭുതത്തോടെ കേൾക്കുകയും അവൻ്റെ വചനം സ്വീകരിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. വേദപുസ്തകം നാം പഠിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു സ്നാനം കഴിപ്പിക്കുന്നു, ഒരു ഭാഗത്ത് സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നത് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേട്ടവരെല്ലാം അധികമായിട്ട് അവർ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു ചെയ്യുന്നുകൊണ്ട് ദൈവത്തെ അവർ സ്വീകരിച്ചുകൊണ്ട് സ്വരാജ്യം അടുത്തിരിക്കയാൽ, സ്വരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട ഒളിവിൻ എന്ന വചനം സംസാരിച്ച സമയത്ത് മാനസാന്തര അനുഭവത്തിലേക്ക് അവർ കടന്നു ചെന്ന് അവർ സ്നാനം കഴിച്ച് സ്നാനമേറ്റ് അവർ കർത്താവിൻ്റെ നിരകളിൽ എത്തിച്ചേർന്നു എന്ന് കാണുന്നു. ഇന്നെന്നെ കേൾക്കുന്ന യവരുമേ, അവൻ്റെ വചനം നിങ്ങൾ കേട്ടിരിക്കുകയാണല്ലോ. യേശുവിൻ്റെ ശബ്ദം നിങ്ങൾ ഇന്ന് കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ഒരു കാലത്ത് ഇസ്രായേൽ ജനങ്ങൾ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവത്തെ കോപിപ്പിച്ചതുപോലെ ആ കോപത്തിന് നിങ്ങൾ പാത്രീഭൂതർ ആകാതെ ഇരിക്കാൻ നോക്കണം. ശ്രദ്ധിക്കുക,
ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിപ്പാൻ നിങ്ങൾ ഞാനും മനസ്സ് വയ്ക്കുമോ പ്രിയ ദൈവമക്കളെ? അപ്പോസ്തലനായ പൗലോസ് അവൻ അനുഭവിച്ച കഷ്ടതകൾക്ക് അതിൻ്റെ ഫലമായിട്ട് യേശു അവനെ മാനിച്ചതായിട്ട് നമുക്ക് അറിയാൻ ഗുണം കഴിയുന്നു. യേശു അവനെ മാനിക്കുന്നു. യേശു അവന് നൽകിയ സമാധാനം, യേശു അവൻ്റെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യം എന്ന് പറയുന്നത് അവന് ലഭിച്ച മാനസികമായ ആ സമാധാനമാണ്. അവൻ്റെ അന്ത്യം കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അവന് തന്നെ സമർപ്പിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീർന്നുവെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും വരാൻ പോകുന്ന വലിയ മഹിമയെ ഓർക്കുന്ന സമയത്ത് ഈ ലോകത്തിലെ കഷ്ടം ഒന്നുമല്ല എന്നവൻ പറഞ്ഞതനുസരിച്ച് നോക്കാമെങ്കിൽ അതൊന്നും അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രശ്നമല്ലായിരുന്നു എന്ന് കാണുന്നു. യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവർക്ക് ഈ ലോകത്തിലെ കഷ്ടതയൊന്നും അതൊരു പ്രശ്നമല്ല പ്രിയ ദൈവമക്കളെ. യേശുവിന് വേണ്ടി നിങ്ങളും ഞാനും അപ്രകാരം കഷ്ടത അനുഭവപ്പെട്ടപ്പോണം ഇപ്പോഴും തന്നെ ആ പരിശീലനം എടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു വരാൻ പോവുകയാണ്. ഇന്ന് അനേകം പേർ വിചാരിക്കുന്നത് ഇങ്ങനെ യേശു വരും എന്ന് വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്നുവല്ലോ, എന്തുകൊണ്ടാണ് യേശു വരാത്തത്? യേശു വരാത്തതിന് കാരണം നിങ്ങളും ഞാനും ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളും ഞാനും മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് എന്ന കാര്യം നിങ്ങളാരും മറക്കരുതേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് ഇന്ന് ഈ നിമിഷം തന്നെ എൻ്റെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവിൽ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ദൈവത്തിൻ്റെ മാനപാത്രങ്ങളായി തീരുവാൻ തക്കവണ്ണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ആദരിക്കപ്പെട്ടവരായി ദൈവത്താൽ ആദരിക്കപ്പെട്ടവരായി തീരത്തൊക്കണം, പ്രശംസിക്കപ്പെട്ടവരായി തീരത്തൊക്കണം ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ഈ വചന ശുശ്രൂഷ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പോസ്തലനായ പൗലോസിനോടുകൂടെ ഇരുന്ന് അവൻ്റെ കഷ്ടതയിലും അവൻ്റെ പ്രയാസങ്ങളിലും അവനെ താങ്ങി അവനെ മാനിച്ച് സ്വർഗം അവന് വേണ്ടി മാറ്റിവെച്ചിരിക്കാൻ എന്നോട് സ്തോത്രം. അതിൽ ഞങ്ങൾക്ക് ഉള്ള പങ്ക് കർത്താവ് ഞങ്ങൾക്കും അതുപോലെ തന്നെ മാനിക്കപ്പെട്ടവരായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു പോകാൻ സഹായിക്കണം. സ്വർഗത്തിലേക്ക് ഞങ്ങൾ എടുക്കുമാറാൻ സഹായിക്കണം. യേശുനാഥൻ അപേക്ഷിക്കുന്നു. ഇവിടെ സ്വർഗസ്ഥ പിതാവേ.